മുഹമ്മദിൻ്റെ മേലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖിൽ ഇനി ഒരാളുമില്ല, ഒരാളുമില്ല. ഇനി ഒരാളും മുഹമ്മദ് എന്ന്, അതുകൊണ്ടാണത് മുഹമ്മദായത്. ഖൽഖ് മുഹമ്മദ്, പ്രശംസിക്കപ്പെടേണ്ട വ്യക്തി. ബാക്കിയൊന്നും മുഹമ്മദല്ല. നമ്മൾ മുഹമ്മദ് എന്ന് പേരിടും, അത് ഇത്തിബാഅൻ വതബറുകൻ ബിഇസ്മിഹി അഷ്റീഫ്, ഷറഫാക്കപ്പെട്ട ആ പേരിനോട് നമ്മൾ ഇത്തിബായി പേരിട്ടതാണ് നമ്മളെ വാപ്പ. വതബറുകൻ മുതബരികൻ, തബറുക്ക് എടുത്തതാണ്. ബിസ്മി ബിവളഇൽ ഇസ്മി, ബിവളഇ ഇസ്മി മുഹമ്മദിൻ അലാ വലദിഹി. ഒരു ബാപ്പ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത്, വല്യപ്പ മുഹമ്മദ് എന്ന് പേരിട്ടത്, ഒരു ഉമ്മ മുഹമ്മദ് എന്ന് പേരിട്ടത്, ഒരു അമ്മാവൻ മുഹമ്മദ് എന്ന് പേരിട്ടത്, ആ ലോകം കണ്ട മുഹമ്മദ് എന്ന യഥാർത്ഥ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാമം കൊണ്ട് മുതബരിക്കാൻ ബർക്കത്തെടുത്തതാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ മുഹമ്മദ് അല്ല, മുഹമ്മദ് എന്നൊരാളേ ഉള്ളൂ ലോകത്ത്. അതാണ് മുസ്തഫ നബിയാണ്. അത് ബാത്ത അർശല്ലി അർശിഹി, അള്ളാഹിൻ്റെ അർശിനും അർശാണത്. അതിൻ്റെ മേലെ ഇനി ഒന്നുമില്ല. ആരതിൻ്റെ മേലെ ഉണ്ടെന്ന് ഒരാൾ വിചാരിച്ചാലും, ഖൽഖിൽ ഒരാൾ മുഹമ്മദ് എന്ന ആളെ മേലുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, അവൻ മുഅ്മിനല്ല. എന്തുകൊണ്ട്? അത് പരിശുദ്ധ ദീനിൻ്റെ നസ്സാണ്, പരിശുദ്ധ ദീനിൻ്റെ ഹക്കായ കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ് എന്ന കാര്യത്തിൽ ഉമ്മത്ത് മുസ്ലിമത്തിന് യാതൊരു തർക്കവും ഇന്ന് ഈ സെക്കൻഡ് വരെയും ഇല്ല, ആർക്കും ഇല്ല, തർക്കമില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അർശായിട്ടാണ് ആ മനുഷ്യൻ ജീവിച്ചു പോയത് എന്നർത്ഥം. ബാത്തൊക്കെ അവിടെ രാപ്പാർത്തൊന്നല്ല, കഴിഞ്ഞുകൂടിയത് എന്നർത്ഥം. എന്നും എന്നും. നഖ്സ് എന്നാണ് അവിടെ അംസ് വെട്ടിക്കളയണം. ديار لمن قد بات عرشا لعرشي ووافى بخمس لن ترى سرمدا نقصا. ووافى بخمس, അഞ്ച് വഖത്തിനെ പൂർത്തിയാക്കി വാങ്ങിപ്പോന്നു. വവാഫ ബിഖംസിൻ, പൂർത്തിയാക്കി 5 കൊണ്ട് വാങ്ങിപ്പോന്നു. അർശ് സന്ദർശിച്ച ദിവസം 5 പൂർത്തിയാക്കി വാങ്ങിപ്പോന്നു. ലൻ തുറ സർമദൻ നഖ്സ, എന്നിട്ട് ലൻ തുറ, ആ 5നെ കാണപ്പെട്ടിട്ടില്ല. സർമദൻ, ഒരു കാലത്തും, നഖ്സൻ, ചുരുക്കിയതായിട്ട്. ഈ ഉമ്മത്ത് അതിൽ ഒരു വഖത്ത് പോലും ഈ സമയം വരെയും ചുരുക്കിയിട്ടില്ല. ഏതോ വ്യക്തി മടി കാരണം നിസ്കരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഉമ്മത്ത് എക്കാലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? 5 നിസ്കരിച്ചിട്ടുണ്ട്. ഇത് ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയുമാണ്. ഇത് ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താ? മറ്റു പല സമുദായങ്ങളും അവർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷേ പിൽക്കാലത്തെ നിസ്കാരത്തെ അവർ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മാറ്റിമറിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിലോ ആ വുളൂഇലോ ഒരു അല്പം പോലും ഈ ഉമ്മത്ത് ഇതുവരെയും മാറ്റിയില്ല. അങ്ങനെ തന്നെയാണ്. നിസ്കാരമുണ്ടായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേരമക്കളിൽ വലിയൊരു ജനതയ്ക്ക് ഇന്ന് നിസ്കാരമില്ല. അല്ലെങ്കിൽ ആ നിസ്കാരത്തെ അവർ മാറ്റിമറിച്ചു. ചില ശബ്ദങ്ങളുണ്ടാക്കി, ചില കരച്ചിലുകൾ, ചില പൊട്ടിത, ഇല്ല മുഖ അമോതസ്ദിയ, ചില ചെണ്ട കൊട്ടലുകൾ, ചില കരച്ചിലുകൾ, അതൊക്കെയാണ് അവരുടെ നിസ്കാരങ്ങൾ. മനസ്സിലായില്ലേ? യെറൂസലേമിലുണ്ട് ഒരു എന്താ പറയുക, വെയിലിംഗ് വാൾ. എന്താ അവിടെ വന്ന് ജൂതന്മാർ കരയാണ് ചെയ്യുക. അവർ നിസ്കാരം കരച്ചിലാണ്, അങ്ങനെ കരയും. ആ വാളിൻ്റെ നേരെ നോക്കിയിട്ട് അവരങ്ങനെ കരയും. അവരുടെ ഇബാദത്ത്, അവരുടെ നിസ്കാരം എന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവനും ജൂതന്മാർ എന്ന് പറഞ്ഞാൽ സയനിസ്റ്റുകൾ എന്ന് പറയാം. ജൂതന്മാർ, ഓർത്തഡോക്സ് ജൂതന്മാർ അങ്ങനെ ചെയ്യുന്നില്ല. സയനിസ്റ്റ് ജൂതന്മാർ അവിടെ പോയി കരയും. അവിടെ ആ വെയിലിംഗ് വാളിൻ്റെ അടുത്ത് വന്ന് അവരങ്ങനെ കരയും. അവരെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നാ കരച്ചിലാണ്. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം. അത് അവരാരുടെ പേരമക്കളാണ്. അവരുടെ വാദപ്രകാരം അവർ നബിയുല്ലാഹ് ഇബ്രാഹിമിൻ്റെ പേരമക്കളാണ്. പക്ഷേ ഇബ്രാഹിമിനെ അല്ലാഹുമ്മ റബ്ബന, എങ്ങനെ ഇബ്രാഹിമിനെ എഴുതുക? റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സറഅ
ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാ. നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ് നിസ്കാരം നിലനിർത്താൻ വേണ്ടി ഇബ്രാഹിം നബി ഇസ്മായിലിനെയും ഭാര്യയും അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൊണ്ടാക്കിയത്. ഇന്ന് ആ ജനതക്ക് നിസ്കാരം ഇല്ല. മനസ്സിലായില്ലേ? ആ 5 വഖത്ത് നിസ്കാരത്തെ അള്ളാഹിന്റെ അർശിനും അർശായിട്ട് ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. 5 വഖത്തിനെ പൂർത്തിയാക്കി വാങ്ങി. ലൻ തുറാ, ആ 5നെ കാണപ്പെട്ടിട്ടേ ഇല്ല സർമദൻ, ഒരു കാലത്തും നഖ്സ അതിനെ ഒഴിവാക്കിയതായിട്ട് ഒന്ന് ചുരുക്കിയിട്ടില്ല, ഇന്ന് വരെ ചുരുക്കിയിട്ടില്ല. ആ മദീനയിലേക്ക് എനിക്കൊന്ന് പോകണം. ആ മനുഷ്യന് വേണ്ടി വീടൊരുക്കി വെച്ച മദീനയാണത്. അങ്ങനെയല്ലേ? والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. എന്ന് അത് ബഹുമാനപ്പെട്ട ഹശ്ർ അധ്യായത്തിൻ്റെ 9-10 ആയത്തുകളാണ്. വല്ലദീന തബവ്വഉ ദാറ, വീടൊരുക്കി വെച്ചു. അവർ വീടൊരുക്കി വെച്ചു. അത് മുഹമ്മദ് മുസ്തഫ എല്ലാ വീടും ഒരുക്കി വെച്ചു. ഏത് വീട്ടിലും റസൂലുള്ളാഹി ഹുറാണ്, എവിടെയും കയറാം, എവിടെയും താമസിക്കാം. അപ്പം എല്ലാവരും വീടൊരുക്കി വെച്ചു. എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ അതുകൊണ്ട് മദീനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിൻ്റെ തീരുമാനം ഒട്ടകത്തിലൂടെ നടപ്പിലാക്കി. കാരണം ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് അവിടുന്ന് ആ കയറിട്ടു. എവിടെയാണ് ഒട്ടകം മുട്ടുകുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചത് അവിടെ മുട്ടുകുത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുട്ടുകുത്താൻ നബി പ്രേരിപ്പിച്ചില്ല. ഒട്ടകം വന്ന് അബൂ അയ്യൂബ് അൽ അൻസ്വാരിയുടെ വീട്ടുമുറ്റത്ത് ചിന്തിക്കണം. അബൂ അയ്യൂബിൻ്റെ ഒരു ചരിത്രമുണ്ട്. എന്താണ് അബൂ അയ്യൂബിൻ്റെ ചരിത്രം? അബൂ അയ്യൂബിൻ്റെ ചരിത്രം 1000 വർഷം മുമ്പ് തുബ്ബഅ രാജാവ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ ആണ് ആദ്യമായി മനുഷ്യസ്പർശം, മനുഷ്യൻ്റെ താമസം മദീനയിലുണ്ടാവുന്നത്. യഥരിബി എന്ന നാടിന് പേര് വന്നു. അന്നത് നാടല്ല, അന്ന് ചതുപ്പേരിയാണ്. 1000 വർഷം മുമ്പ് തുബ്ബഅ രാജാവ് അതിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ തുബ്ബഅൻ്റെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ 400ഓളം പണ്ഡിതന്മാർ ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്നില്ല, ഇവിടെ ഞങ്ങൾക്ക് നുബുവത്ത് വാസനിക്കുന്നുണ്ട്. അവരെല്ലാം ദൈവിക സിദ്ധിയുള്ള വലിയ ജ്ഞാനികളായ പണ്ഡിതന്മാരായിരുന്നു. അവർ പറഞ്ഞു, ഇവിടെ മഹ്ജർ മുഹമ്മദ് മഹ്ജറുൻ നബിയിൽ മബ്ഊസി ഫി ആഖിരി സമാൻ, ആഖിർ സമാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന മഹാനായ നബിയുടെ മഹ്ജർ, ആ നബി ഹിജ്റ വരേണ്ട സ്ഥലം ഇതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ മനുഷ്യനെ സ്വീകരിക്കാനുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി പിതാക്കളാകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ 400 പണ്ഡിതന്മാർക്കും തുബ്ബഅ രാജാവ് വീടുകൾ വെച്ചു കൊടുത്തു. അതിൽപ്പെട്ടൊരു വീടാണ് ആരുടേത്? അബൂ അയ്യൂബിൻ്റെ. ഒരഭിപ്രായ പ്രകാരം ആ കൂട്ടത്തിലെ ഏറ്റവും മഹാനായ പണ്ഡിതൻ്റെ പേരക്കുട്ടിയാണ് ആര്? അബൂ അയ്യൂബ് അൽ അൻസാരി. അപ്പോൾ ആ വീട്ടുമുറ്റത്ത് തന്നെയും ആ വീട്ടുപടിക്കൽ തന്നെയും ഒട്ടകം മുട്ടുകുത്തി. എല്ലാ ആളുകളും എൻ്റെ വീട്ടിൽ എന്ന് വിചാരിച്ചിരുന്നു. എല്ലാവർക്കും നബിയെ കിട്ടേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അർശി അത്ര വലിയ ആളല്ലേ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അപ്പം ആ എല്ലാവരും ഒരിക്കൽ വെച്ച് റസൂലുള്ളാഹിനെ കിട്ടിയെങ്കിൽ സുല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? സുല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? സുല്ലാ എന്ന് പറഞ്ഞാൽ ഒരു പൂർത്തീകരണമാണ്. അതാണ് സുല്ല. ഒരു കമ്മി ഉണ്ടാവില്ല. അതാണ് എന്താണോ മനുഷ്യന് ആവശ്യം അതിൻ്റെ പൂർത്തീകരണം. മനുഷ്യൻ എന്താ ആവശ്യം? എന്താ മനുഷ്യനാവശ്യം? എന്തിനാ റസൂലുള്ളാഹി വന്നത്?
മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹിൻ്റെ ഉദ്ദേശം അതാണ്, മനുഷ്യനെ രക്ഷിക്കലാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി റസൂൽ വന്നത്, അല്ലാതെ അള്ളാഹ് കുറച്ച് നിസ്കാരം വാങ്ങി കൊടുക്കാനല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വലിയ രണ്ടാം കാര്യത്തെ നമ്മൾ ഒന്നാം കാര്യമാക്കണം, ഒന്നാം കാര്യത്തെ നമ്മൾ രണ്ടാം കാര്യമാക്കണം. എന്തിനാണ് നബി വന്നത്? മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വന്നു. മനുഷ്യരെ രക്ഷപ്പെടുത്തുക എവിടെ? ദുനിയാവിലും ആഖിറത്ത്. മനുഷ്യന് ആദ്യമാണ് മനുഷ്യന് വഴികേട്ട ദുനിയാവിൽ ആഖിറ. എന്നാ വന്നത് അള്ളാഹുവിനെ കിട്ടേണ്ട കുറച്ച് അമലുകൾ. അമലുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് മിൻ ഇൻദി നഫ്സിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്താജല്ല. ഇനി മനുഷ്യനോട് അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിക്കുന്നതാണെങ്കിൽ പോലും അത് മനുഷ്യൻ്റെ ഉപകാരമാണ്, ആരുടെ ഉപകാരമല്ല? അള്ളാഹുവിൻ്റെ ഉപകാരമല്ല. അപ്പോൾ ഇവിടെയൊക്കെ രക്ഷ മനുഷ്യനാണ്. എന്തിനാണ് നബി വന്നത്? നബി മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, അല്ലാതെ അള്ളാഹു തആലക്ക് കുറച്ച് നിസ്കാരം നോമ്പ് വാങ്ങി കൊടുക്കാൻ വേണ്ടി വന്നതല്ല. എന്തുകൊണ്ട്? അള്ളാഹു നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും മുഹ്താജല്ല. അത് അള്ളാഹു കൽപ്പിക്കുന്നത് തന്നെ ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ വളരെ ചിന്തിക്കണം ഈ പറയുന്നത്. നിസ്കാരം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ, എല്ലാ വൃത്തികേടുകളെയും നിയന്ത്രിക്കാൻ എന്തിനു കഴിയും? നിസ്കാരം. വൃത്തികേടുകൾ മനുഷ്യനെ അമാന്യനാക്കും, അമാന്യത്വം മനുഷ്യനെ മൃഗമാക്കും. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. എന്തിനാ നിസ്കരിക്കണം? നിസ്കരിക്കണം അതിൻ്റെ ലാഭം 100% ലാഭം മനുഷ്യനാണ്. 99% അല്ല 99% മനുഷ്യനും 1% ലാഭം അള്ളാഹ്ക്ക് വേണ്ടി വിചാരിച്ചാൽ ജിഗോഫ്രാവും. അതിൽ 100% ലാഭം ആർക്കാണ്? മനുഷ്യനാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് അള്ളാഹ് നബി വന്നത്? മനുഷ്യർക്ക് വേണ്ടി വന്നത്. അള്ളാഹ്ക്ക് ലാഭം ഇല്ല. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചിട്ടില്ലേ? കൽപ്പിച്ചു. ਪਰ അള്ളാഹ് മുഹ്താജല്ല, മുഹ്താജ് മനുഷ്യനാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അങ്ങനെ അവിടെ വളരെ ചിന്തിക്കണം. മനുഷ്യന് വേണ്ടിയാണ് നബി വന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. മനുഷ്യർക്ക് വേണ്ടി വന്നതാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞു. വളരെ നമ്മളിത് ചിന്തിക്കണം. മനുഷ്യർക്ക് വേണ്ടി വന്നതാണ്. ചിന്തിക്കും. നബി കൊണ്ടുവന്നതെല്ലാം നമ്മൾ എടുക്കണം എന്ന ആയത്തില്ലേ? അതെ, നബി എന്താണ് കൊണ്ടുവന്നത്? നിനക്ക് വേണ്ടിയുള്ളതാണ് കൊണ്ടുവന്നത്, അല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതല്ല. മനുഷ്യർക്ക് ആവശ്യമുള്ളത് നബി കൊണ്ടുവന്നു. ഒരു വീട്ടിലേക്കുള്ള മരുന്ന് ഒരാൾ കൊണ്ടുവന്നു. ഒരു വീട്ടിലേക്കുള്ള മരുന്ന് ഒരാൾ കൊണ്ടു. ആ വീട്ടിലെ ബാപ്പാക്കും ഉമ്മാക്കുള്ള മരുന്നൊരാൾ കൊണ്ടുവന്ന് സങ്കല്പിക്കുക. ഒരു വീട്ടിലേക്കുള്ള മരുന്നൊരാൾ കൊണ്ടുവന്നു. അപ്പം ആ മരുന്ന് നമ്മൾ കുടിക്കുന്നു. ലാഭാർക്ക് തന്നെ. വീട്ടിലേക്കുള്ള മരുന്നൊരാൾ കൊണ്ടുവന്നു. ആ മരുന്ന് കുടിക്കണം കേട്ടോ എന്ന് അയാൾ കൽപ്പിക്കുകയും ചെയ്തു. ആ മരുന്ന് കുടിക്കൊണ്ട് ലാഭം. ബാപ്പാക്കുള്ള മരുന്നും ഉമ്മാക്കുള്ള മരുന്ന് ഒരാൾ കൊണ്ടുവന്നു. അത് കൃത്യമായി കുടിക്കണേന്നും പറഞ്ഞു. ലാഭാർക്ക കുടിക്കുന്നതൊക്കെ തന്നെ. അങ്ങനെ മനസ്സിലാക്കണ്ടുള്ളൂ. നമ്മളത് ചെയ്താത്തതുകൊണ്ട് നബിക്കൊരു നഷ്ടമില്ല. നബി അള്ളാഹുവിൻ്റെ റസൂൽ എന്ന നിലയിൽ എന്തിനേക്കാളും മേലുള്ള ആളാണ്. നിങ്ങളാരും കുടിച്ചിട്ടില്ലെങ്കിലും നബിക്ക് നഷ്ടമില്ല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. ശൈഖിന് വരെ നഷ്ടമില്ല, പിന്നെങ്ങനെയാ റസൂലുണ്ടാവും? എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അപ്പം മുരീദ് നന്നായിട്ടില്ലെങ്കിൽ നഷ്ടം ആർക്ക് തന്നെയാണ്? മുരീദ്. അതുകൊണ്ട് ശൈഖിനൊരു കുഴപ്പമില്ല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അപ്പം മുരീദ് നന്നായിട്ടില്ലെങ്കിൽ നഷ്ടം മുരീദിന് തന്നെ. ശൈഖിന് ഒരു കമ്മിയും വരില്ല. ഉമ്മത്ത് നന്നായിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് നഷ്ടം വരില്ല. നഷ്ടം സൃഷ്ടികളിൽ നിന്ന് ഒരു നഷ്ടം വരുന്നതിന് എൻ്റെയും അപ്പുറത്താണ് മുഹമ്മദ്. അള്ളാഹുവിൽ നിന്ന് ആ മനുഷ്യൻ നഷ്ടോട്ടില്ലേനും. സൃഷ്ടികൾ എന്ത് നഷ്ടം വരുത്തിയാലും ആ മനുഷ്യൻ അതിൻ്റെ അപ്പുറത്താണ്. ഒരു വെണ്ണക്കല്ലിൻ്റെ മുകളിലേക്കും ഒരു സാധാരണ പാറക്കല്ലിൻ്റെ മുകളിലേക്കും വെള്ളമൊഴിക്കും വ്യത്യാസമുണ്ട്.
സാധാരണ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് നനവെങ്കിലും നിൽക്കും. വെണ്ണക്കല്ലാണെങ്കിലോ അത് വെള്ളത്തെ സ്വീകരിക്കുന്നില്ലേ. അപ്പോൾ ഈ ലോകത്തെ ആര് വിമർശിച്ചാലും റസൂലുള്ളാഹിക്ക് പ്രശ്നമില്ല. റസൂലുള്ള വിമർശനത്തിൽ വെണ്ണക്കല്ലാണ്. അതൊന്നും അതിൻ്റെ മേലെ ഒരു പൊടി പോലും തൊട്ടില്ല. മനസ്സിലാകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. സൃഷ്ടികളിൽ നിന്ന് ഒരു നഷ്ടം റസൂലുള്ളാഹി കേൾക്കൂല. സൃഷ്ടികളാകെ മോശമായാലും നബിക്കൊന്നും വരാൻ പോണില്ല. ഉമ്മത്താകെ മോശമായാലും റസൂലുള്ളാഹിക്ക് ഒന്നും വരാൻ പോണില്ല. അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹിക്ക് നഷ്ടം വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് അൽ കാമിൽ എന്ന റസൂലുള്ളാഹിക്ക് പേരുണ്ടായത്. റസൂലുള്ളാഹിക്ക് പേരാണ് അൽ കാമിൽ, നിറഞ്ഞവൻ. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിയാറുൻ ലിമൻ ഖദ് ബാത അർശൻ ലിഅർശിഹി വവാഫാ ബിഖംസിൻ ലൻ തുറാ സർമദൻ നഖ്സാ. അത് ഈ മനുഷ്യൻ്റെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ കൃത്യാണ് എന്ന്. യാ അല്ലാഹ് യാ അല്ലാഹ്. وعفير خدي بالربوع ربوعي وأسقي بماء الشين تربات من خصا. വഅഫിറു ഖദ്ദി, എൻ്റെ കവിളിനെ ഞാൻ, എന്താണ് ഞാൻ മദീനയിൽ പോയിട്ട് എനിക്ക് ചെയ്യാനുള്ളത്? വഅഫിറു ഖദ്ദി, എൻ്റെ കവിളിനെ ഞാൻ മണ്ണ് പുരട്ടും. ആ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മണ്ണിൻ്റെ മണ്ണ് കൊണ്ട്, അവിടുത്തെ ആ ഖബറിൻ്റെ മണ്ണ് കൊണ്ട് ഞാൻ എൻ്റെ കവിളത്തെ ആ ഖബറിൻ്റെ മണ്ണെന്ന് വെക്കും. അവിടുത്തെ ആ മണ്ണുണ്ട്, ആ ഖബറിൻ്റെ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് കൊണ്ട്, ആ ഖബറിൻ, അവിടുത്തെ ഖബറാകുന്ന മണ്ണിൻ്റെ മണ്ണ് കൊണ്ട് ഞാൻ എൻ്റെ കവിളത്ത് അന്ന് പുരട്ടും. അതിനാണ് ഞാൻ മദീനയിൽ പോകുന്നത്. ഞാൻ കണ്ണുനീരിൻ്റെ വെള്ളം കൊണ്ട് കുടിക്കുകയും ചെയ്യും. ഏതാണ് കണ്ണുനീരിൻ്റെ വെള്ളം? തുർബത്ത മൻ ഖസ്സ, പ്രത്യേകമാക്കപ്പെട്ട ഒരാളുടെ മണ്ണാണിത്. ഏതാണ് ആൾ? അത് ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ എപ്പോഴും ചെയ്യാറുള്ളത് എന്താണ്? അവിടെ പോയി കരയും. ഏത്? ആ ഖബറിൻ്റെ അടുത്ത്, ആ മണ്ണ്. മനസ്സിലായില്ലേ? ആ ഫാത്തിമ കരഞ്ഞ ആ റളിയല്ലാഹു അൻഹ, ആ പ്രത്യേകമാക്കപ്പെട്ട ആ ഫാത്തിമ, അവർ കരഞ്ഞ ഒരു മണ്ണുണ്ടല്ലോ, ആ മണ്ണ് കൊണ്ട് ഞാൻ എന്ത്? വഅഫിറു ഖദ്ദി, ഞാൻ എൻ്റെ കവിളത്തൊന്ന് പുരട്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലം. കവി ഇത് ആഗ്രഹിക്കുന്നത് 1300 കഴിഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്? ആ മണ്ണ് പോയാൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. മനസ്സിലായാലും അതിനാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് അതിനാണ്. കവി വിചാരിക്കുന്ന കാലത്ത് അവർക്ക് അപ്പോഴൊക്കെ മാറ്റങ്ങൾ ഒരുപാട് വന്നു പോയിട്ടുണ്ട് ഉണ്ടാവും. കാരണം 924 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം 924 എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായും എന്താ പറയുക, പൂർണ്ണമായും എന്ത് ചെയ്യുന്നത്? വഹാബിസത്തിന് കയറ്റമുണ്ടാവുന്നത് ഹിജാസ് മൊത്തം 1918 എന്താ പറയുക, ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചു. വേൾഡ് വാർ അവസാനിച്ചത് 18. പിന്നെ 24 എന്തുണ്ടാവുന്നത്? വഹാബിയത്തിൻ്റെ ഒരു ആരോഹണം, ഒരു വളർച്ച വരുന്നത് അവിടെ. നേരത്തെ ഉണ്ടെങ്കിലും അറബ് റിവോൾട്ടിൻ്റെ പിന്നിലൊക്കെ അവരുണ്ടെങ്കിൽ പോലും അറബ് റിവോൾട്ട് സത്യത്തിൽ വന്നത് നാട്ടുരാജാക്കന്മാരും പിന്നെ തുർക്കിയും തമ്മിലാണ്. അതിൽ തുർക്കി തോൽക്കുകയും അറബ് റിവോൾട്ടിൽ പങ്കെടുത്ത നാട്ടുരാജാക്കന്മാർ ജയിക്കുകയും ചെയ്തു. ആ നാട്ടുരാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. പിന്നെ വഹാബികൾ അവർ 24 കൂടെ കയറി. 32 മംലക്കത്തുൽ അറബിയത്ത് സൗദിയെ സ്ഥാപിക്കുന്നത്. കവി ജനിക്കുന്നത് 1900 അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 950 ഒക്കെ കാലത്ത് എഴുതിയതായിരിക്കാം. അപ്പോഴത്തേന് അവിടെ പൂർണ്ണമായ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും മനക്കോട്ടയിൽ എന്തും ആഗ്രഹിക്കാം, മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഇന്നിപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം, എനിക്ക് ആ ഫാത്തിമ ബീവിയുടെ മണ്ണ് കൊണ്ട് എൻ്റെ കവളത്തുനിന്ന് വെക്കാൻ വേണ്ടി ഞാൻ പോകുകയാണെന്ന് പറയാം. ഇന്ന് അങ്ങനത്തെ ഒരു മണ്ണ് അവിടെ കിട്ടാനില്ല. എങ്കിലും അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ, മനസ്സിലായില്ലേ പറഞ്ഞത്? അതിനൊന്നും അതൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. മനസ്സിലായോ പറഞ്ഞത്? എന്ന് കാലങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരു കാലത്ത് റൗളയിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വഹാബിസത്തിൻ്റെ 2ാം കയറ്റത്തോടു കൂടിയാണ് പൂർണ്ണമായി എല്ലാം
നശിപ്പിക്കപ്പെട്ടത്. ഒന്നാം കാലത്ത് 1803 മുതൽ വഹാബിസത്തിന് കയറ്റമുണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1803 മുതൽ. പക്ഷെ തുർക്കി അതിനെ മറികടന്നു. 1813 പൂർണ്ണമായി തുർക്കി അവരെ പുറത്താക്കി. തുർക്കി പൂർണ്ണമായും അവരെ പുറത്താക്കി. തുർക്കി അന്ന് വലിയ പ്രശ്നത്തിലായൊരു സമയമായിരുന്നു. പക്ഷെ അവരെ പുറത്താക്കി, പൂർണ്ണമായും പുറത്താക്കി. 1813 മുഹമ്മദ് അലി പാഷയുടെ നേതൃത്വത്തിൽ പുറത്താക്കി. പിന്നീട് അവർക്ക് രണ്ടാമത്തെ കയറ്റം വരുന്നത് 1900 ഒരു നിലക്ക് പറഞ്ഞാൽ 1902 1900 കവി ജനിക്കുന്നത്. 1975 കവി മരിക്കുന്നത്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലഖി. അപ്പോൾ അന്ന് ഈ സാഹചര്യങ്ങളൊക്കെ ഒന്നും അവിടെ ഇല്ല, ഒക്കെ തകർക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് ആഗ്രഹിച്ചു. ഞാൻ കുടിക്കുകയും ചെയ്യും ബിമാ ഇഷൈനി, ആ കണ്ണുനീരിൻ്റെ വെള്ളം കൊണ്ട്. ഷൈനിന് അവിടെ അർത്ഥം കണ്ണുനീരെന്നാണ്. തുർബത്ത മൻഹസ്സ, എവിടെയുള്ള തുർബത്ത മൻഹസ്സ, പ്രത്യേകമാക്കപ്പെട്ട ഒരാളുടെ മണ്ണിലുള്ള ആ കണ്ണുനീര്. പ്രത്യേകമാക്കപ്പെട്ട ആൾ ഫാത്തിമ ബീവിയ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് പോയി അങ്ങനെ കരയും. അവിടെ പോയി കരയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ആ കണ്ണുനീരങ്ങനെ വീണു. അവിടെ 29-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഷഹീദത്തുൽ ഇഷ്ഖാണ്, പ്രേമത്തിൻ്റെ രക്തസാക്ഷിയാണ്. ആര്? ഫാത്തിമ. പ്രേമത്തിൻ്റെ രക്തസാക്ഷിയാണ്. ഉപ്പാനോട് ഭയങ്കര പ്രേമ. വഫാത്തായിട്ട് 6-ാമത്തെ മാസം ഫാത്തിമ ബീവി വഫാത്തായി. അപ്പം അവിടെ പോയി അങ്ങനെ കരയും. പ്രത്യേകമാക്കപ്പെട്ട ഒരാളുടെ മണ്ണാണത്. ആ പ്രത്യേകമാക്കപ്പെട്ട ആൾ, ആ മണ്ണിലുള്ള വെള്ളം, ആ മണ്ണിലുള്ള കണ്ണുനീരിൻ്റെ വെള്ളം. ആ കണ്ണുനീർ വീണത് 1300 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ കണ്ണുനീർ അവിടെ വീഴുന്നത്. ആ കണ്ണുനീരിൻ്റെ വെള്ളം കുടിക്കാനാണ് ഇപ്പോൾ കവി ഉപദിക്കുന്നത്. അതൊക്കെ കവിയുടെ കാൽപ്പനികത്വമാണ്. കാൽപ്പനികത്വത്തിന് അവസാനമില്ല. മനസ്സിലായില്ല? ഈ കാൽപ്പനിക രഥ്യകൾക്ക് അവസാനം ഉണ്ടാവില്ല. കാൽപ്പനികം എന്നതിന് അവസാനമില്ല. സാഹിത്യകാരന്മാരുടെ ശൈലിയാണ്. അത് കാൽപ്പനികത്വമാണ്. വാതിൽ തുറക്കു നീ കാലമ്മേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് യൂസഫ് അലി കച്ചേരിയുടെ ഒരു പാട്ടിനെ പറ്റി ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടുണ്ട്, വാതിൽ തുറക്കു നീ കാലമ്മേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് യൂസഫ് അലി ആ കവിത ആ പാട്ട് എഴുതുന്നത്. കേരളത്തിൽ ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഏറ്റവും കൂടുതൽ ആലപിക്കപ്പെടുന്ന പാട്ട് ഒരു മുസ്ലിം എഴുതിയതാണ്. അത് യൂസഫ് അലി കച്ചേരിയുടെ പാട്ടാണ്. വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്നാണ് ഈ പാട്ട്. 1970കളിലായിരിക്കും യൂസഫ് അലി അത് എഴുതുന്നത്, എൻ്റെ ഓർമ്മ. അവിടെ വാതിൽ തുറക്കുന്ന ഈ കാലമേ എന്ന് പറയുന്നത് കവി കാലത്തോട് പറയാണ്. കാലം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വാതിലടച്ച് 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 പോകുന്നത്. അപ്പം നീ കഴിഞ്ഞു പോയ കാലത്തോട് പറയാണ്, കാലമേ നീ ഒന്ന് വാതിൽ തുറക്ക്, കണ്ടോട്ടെ സ്നേഹസ്വരൂപൻ എന്ന് പറഞ്ഞാൽ 360 ചില്ലാനം വാതിലുകൾ തുറന്നാൽ ഒരു കൊല്ലായി. വീണ്ടും ഒരു 360 ചില്ലാനം വാതിൽ തുറന്നാൽ 2 കൊല്ലായി. അങ്ങനെ 2000 ചില്ലാനം കൊല്ലത്തെ
2000-ഓളം കൊല്ലത്തെ 360 ചില്ലാനും ഓരോ കൊല്ലത്തെയും വാതിൽ തുറപ്പിക്കാൻ ആവശ്യപ്പെടാണ് ആര്? കവി. കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. ആരാണ് ആ സ്നേഹസ്വരൂപൻ? യേശു. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് കവിയുടെ കാൽപ്പനികത്വം. കാൽപ്പനിക രഥ്യകൾക്ക് അവസാനമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് ഈ കവിയുടെ അങ്ങനെയാണ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് ഒരു വരിയുണ്ട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. അപ്പം താമരയിലാണ് അവൾ നിൽക്കുന്നത്, താമരയിലാണ് അവൾ താമസിക്കുന്നത്. താമരയിലൊക്കെ താമസിക്കാൻ കഴിയും? ഇല്ല. അത് കവിയുടെ കാൽപ്പനികത്വം. അതുകൊണ്ട് കവി എന്താ ഉദ്ദേശിക്കുന്നത്? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുന്നതോട് കവി എന്താ ഉദ്ദേശിക്കുക? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുമ്പോൾ കവി ഉദ്ദേശിക്കുന്നത് അഴകാണ്. ആരുടെ? അത്രയും അവൾ സുന്ദരിയാണ്. അവളെ വീടിൻ്റെ ചുമര് പോലും താമരയാണെങ്കിൽ അവളുടെ സൗന്ദര്യം എത്ര! ഇന്നിപ്പോൾ ഏത് സുന്ദരി താമസിക്കുന്ന വീടും പരിക്കനായിരിക്കും. പക്ഷെ ഇവൾ താമരപ്പൂവിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ അഴകിനെ ഉദ്ദേശിക്കുന്നത്. ആ കണ്ണുനീരിൻ്റെ വെള്ളം ഞാനെന്ന് കുടിച്ചോട്ടെ എന്ന് പറയുന്നതുകൊണ്ട് കാൽപ്പനികത്വമാണത്. കവി ഉദ്ദേശിക്കുന്നത് ദുഃഖാണ്. മനസ്സിലായില്ല? 1300 കൊല്ലങ്ങൾക്കപ്പുറം വീണ ആ കണ്ണുനീരിൻ്റെ മണ്ണ് എനിക്ക് ഭാവനയെങ്കിലും ഇവിടെ ആയിരിക്കുമല്ലോ ആ കണ്ണുനീര് വീണത് എന്ന്. അപ്പം മനസ്സുകൊണ്ട് കുടിക്കാം. മനസ്സിനെന്ന് പറഞ്ഞാൽ അവസാനമില്ല. മനസ്സിൻ്റെ എന്താ മനസ്സ്? മനസ്സിന് എന്ന് പറഞ്ഞാൽ മനസ്സിന് അവസാനമില്ല. ചിറകില്ലാതെ പറക്കുന്ന പക്ഷിയാണ് മനസ്സ്. ചിറക് വേണ്ട. എനിക്കൊന്നുമില്ല. ചിറകില്ലാതെ ഇനി പറക്കാൻ പറയും. അതിന് തൂവലില്ലാത്ത ചിറകുകളുണ്ട്. ചിറകില്ലാതെ വേണമെങ്കിൽ പറക്കാനും കഴിയും. തൂവലില്ലാത്തൊരു ചിറകുണ്ടാവില്ലല്ലോ. പക്ഷെ തൂവലില്ലാത്ത ചിറകുമുണ്ട്. തൂവലില്ലാത്ത ചിറകാണ് മനസ്സിൻ്റെ ചിറക്. തൂവലില്ലാതെ പറക്കുന്ന ചിറകുകൾ അത് ഔലിയാക്കന്മാരെ ചിറകുകളാണ്. ഇലാ മലക്കൂത്തി റബ്ബിൽ ആലമീൻ. أسرب القطا هل من يعير جناحه لعلي إلى من قد هويت أطير. أسرب القطا മാടപ്പക്ഷികളുടെ കൂട്ടമേ, ഹൽ മൻ യുഈറു ജനാഹഹു, നിങ്ങളിൽ ആരാണ് അവരുടെ ചിറക് എനിക്കൊന്ന് കടം തരുക? أسرب القطا هل من يعير جناحه لعلي إلى من قد هويت أطير. എന്താണ് ആ കവിതൻ്റെ അർത്ഥം? أسرب القطا هل من يعير جناحه. أسرب القطا മാടപ്പക്ഷികളുടെ കൂട്ടമേ, ഹൽ മൻ യുഈറു ജനാഹഹു, നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ആ ചിറകൊന്ന് കടം തരുമോ? ലഅല്ലി അതീർ, എനിക്ക് പറക്കാൻ. ഇലാമൻ, ഒരാളിലേക്ക്, ഹവൈതു, അയാളെ എനിക്ക് പ്രേമമാണ്. അപ്പം ഞാൻ പ്രേമിക്കുന്നൊരു പെണ്ണ് ഇന്നാലിൻ്റെ നാട്ടിലുണ്ട്, അവളിലേക്ക് എനിക്കൊന്ന് പെട്ടെന്ന് എത്താൻ നിങ്ങളുടെ ചിറക് കടം തരണം. നിങ്ങൾ ആരെങ്കിലും. അതൊക്കെ മനസ്സിൻ്റെ കാൽപ്പനികത്വങ്ങളാണ്. മനസ്സിലാവുന്നവർ അതിൽ അവിടെ കവി എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താ പെട്ടെന്ന് എൻ്റെ കാമുകിയുടെ സാമീപ്യം വേണം. പെട്ടെന്നാണ് കവിക്ക് കാമുകിയെ ഓർമ്മ വന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് അവൾ അടുത്തെത്തണം. അതിന് കവിക്ക് മാർഗമില്ല. അപ്പോഴാണ് മാടപ്പക്ഷികൾ പോണേണ്ടത്. അപ്പോൾ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ ചിറകൊന്ന് കടം തരുമോ? അപ്പോൾ കവിയുടെ കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ 1300-400 കൊല്ലം മുമ്പ് ഫാത്തിമ ബീവിയുടെ കണ്ണുനീര് വീണ ആ മണ്ണ് എനിക്കൊന്ന്, ആ മണ്ണിലെ വെള്ളം, അപ്പോൾ മണ്ണിൽ ഇപ്പോൾ വെള്ളം വീണിട്ടേ ഉള്ളൂ, ഞാൻ അത് പിഴിഞ്ഞെടുത്ത് കുടിക്കണം. അപ്പോൾ കവിയുടെ കണ്ണിൽ ഫാത്തിമ ഇപ്പോഴും കര തന്നെയാണ്. നിങ്ങളെൻ്റെ കൂടെയില്ല. ആ കണ്ണുനീരിൻ്റെ വെള്ളം എനിക്കൊന്ന് കുടിക്കണം. അപ്പോൾ കവിയുടെ ഭാവനയിൽ
വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപൻ എന്ന് പറയും പോലെ കവി കാലത്തിൻ്റെ വാതിൽ തുറപ്പിച്ച് നോക്കുമ്പോൾ അവിടെ പാരുണ്ട്, ഫാത്തിമ ഉണ്ട്. ഇപ്പോഴും ഫാത്തിമ കരയ. ഏതാണ് ആ സ്ഥലം? റസൂലുള്ളാഹി മറവ് ചെയ്യപ്പെട്ട സ്ഥലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ തിരിച്ച് സ്വഹാബികൾ റസൂലുള്ളാഹിനെ മറവ് ചെയ്ത് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മണ്ണ് വാരിടാൻ? വാരിടാൻ കഴിഞ്ഞു? മണ്ണ് വാരിടാൻ കഴിഞ്ഞു? അങ്ങനെ മണ്ണ് വാരിടാൻ കഴിഞ്ഞു? അത് ആ പൂമേനിയുടെ മുകളിൽ നിങ്ങൾക്ക് മണ്ണിടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? എന്ന് ചോദിക്കാം. ഫാത്തിമ ഖബർ മറവ് ചെയ്തു തിരിച്ചു വരുന്ന സഹാബികളോട് ചോദിക്കാം, ഒക്കെ എങ്ങനെയാണ് കഴിഞ്ഞു? റസൂലുള്ളാഹിന്റെ മേൽ നിങ്ങൾ മണ്ണിട്ടു, എങ്ങനെ കഴിഞ്ഞ്? മണ്ണിടുക എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ ആ സ്നേഹം ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? റസൂലുള്ളാഹിന്റെ മേലെ മണ്ണിടാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഫാത്തിമ. ആ ഫാത്തിമ പിന്നെ ആ മണ്ണിൻ്റെ അടുത്ത് പോയി കാര്യം എന്നുള്ള ഉറപ്പാണ്. എന്ന് അപ്പോൾ ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കണ്ണുനീര് വീണ ആ മണ്ണ് എൻ്റെ കവിളിലൊന്ന് വെക്കണം എനിക്ക്. വഅഫിറു ഖദ്ദി, മണ്ണ് പുരട്ടുക ഖദ്ദി എൻ്റെ കവിളിനെ. ബിറുബൂഇ റുബൂഇ, അവിടുത്തെ ആ ഖബറിൻ്റെ മണ്ണിലെ മണ്ണ് കൊണ്ട് എൻ്റെ കവിളത്ത് വെക്കണം. വഅഫിറു ഖദ്ദി ബിറുബൂഇ റുബൂഇഹി وأسقي بماء الشين تربة من خصا أو خصا تربة من خصا. പ്രത്യേകമാക്കപ്പെട്ട വ്യക്തിയുടെ കണ്ണുനീര് വീണ ആ മണ്ണ്. وأعفير خدي بالربوع ربوعه وأسقي بماء الشين تربة من غصا وأخبره ما قد لقيت من اللسا. എന്നിട്ട് എനിക്ക് നബിയോട് പറയണം, മാഖദ് ലഖീതു, ഞാൻ അഭിമുഖീകരിച്ചതെല്ലാം മിനൽ അസാ, വേദനകളാൽ. വഇൻകാനലം യഹ്തജ്, അപ്പം തന്നെ പറഞ്ഞു, വഇൻകാനലം തഹ്തജ് ഇലാ ദിക്രി ഹി, നബിയോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നസ്സ, ഒരു കാര്യം വ്യക്തമാക്കി പറയേണ്ട ആവശ്യം നബിയോടില്ല, എന്നാലും എനിക്കതൊന്ന് പറയണം. കാരണം അടിമകളുടെ എല്ലാ കാര്യവും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? മുഹമ്മദ്. നബിയോട് പറയേണ്ട ഒന്നുമില്ല. ഭയങ്കര വർദ്ധ. എന്താ ഞങ്ങളോട് പറഞ്ഞില്ലേ, ഒരു വരി ഇതുപോലത്തത് ബുർദയിലില്ല. കാരണം ബുർദ എഴുതിയ മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസീരി അക്കാലത്തിൽ സാധാരണ പണ്ഡിതനാണ്. അതേസമയം ഇബ്രാഹിം നിയാസിനെ പോലെ ഒരു മഹാൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലുണ്ടാവില്ല. അത്രയും മഹാനാണ് ഇബ്രാഹിം നിയാസ്. അല്ലാഹു അവരെ ഹദ്റത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ ഖബൂലാക്കണം യാ റബ്ബേ.
ഞങ്ങളുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ, അവിടുത്തെ എല്ലാ മദീഹ്യങ്ങൾക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കുകയും ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ പരിഹരിക്കുകയും വിഷമങ്ങൾ നീ തീർക്കുകയും ഞങ്ങളെല്ലാം നിലക്കും നീ വിജയിപ്പിക്കുകയും ചെയ്യണം.